படம் சிம்பிளா சொல்லணும்னா எதிர்பார்த்த அளவுக்கு இல்லை. சூப்பர் அடிப்பொலி. ധോണി ധോണിയാണ് സ്റ്റാർ. ഇത് പടമല്ല പപ്പടം. படம் சூப்பர் படம். வேற மாதிரி லெவல் படம். வேற லெவல் பண்ணி இருக்காங்க. சூப்பரா இருக்கு படம். விஜய் சூப்பர் ஃபிலிம் இஸ் a lag ஆயிலும் இஸ் a very well சூப்பர் சூப்பர் சூப்பர். ராவணன் விஜய் சூப்பர். ധോണി மட்டும் சூப்பர். സൂപ്പർ സൂപ്പർ. സെക്കൻഡ് ഹാഫ് ആണ് പടം വൈബ് ബ്രോ. സെക്കൻഡ് ഹാഫ് നെഗറ്റീവ് സൈഡ് സൂപ്പർ അടിപൊളി സൂപ്പർ ആൻഡ് ബ്രോ. സൂപ്പർ വിജയ് അടിപൊളി പൊളി പൊളി സൂപ്പർ സൂപ്പർ. അത് തളപതിയല്ലേ, ഇളയ തളപതി വിളയാട്ടമാണ്. ഇളയ തളപതി എനിക്ക് കാണാം. അടിപൊളി അടിപൊളി സൂപ്പർ. വേറെ ലെവലായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് അടിപൊളി പടം. പൊളിയാട്ടം നല്ല സൂപ്പർ പടം. അപ്പോൾ നല്ല സൂപ്പർ പടം സൂപ്പർ പടം. ആവറേജ് ടു അബവ് ആവറേജ് தான். ചെന്നൈ ഫാൻസിന് நல்லா இருக்கு. കുഴപ്പമില്ല കുഴപ്പമില്ല. കൊള്ളാം കൊള്ളാം കൊള്ളാം. മോളെ 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 പടം നന്നായിട്ടുണ്ട് നന്നായിട്ട്. പടം ഫുള്ള ഇളയ തളപതി മൂവിയില്ല. നമുക്ക് പറ്റിയില്ല. നമ്മൾ വിചാരിച്ച ആ ലെവലിൽ വന്നില്ല. சூப்பர் ப்ரோ. படம் நல்லா இருக்கு ப்ரோ. தளபதி ஃபேன்ஸ் பெரிய ஃபேமிலியே கண்டிப்பா பார்க்கலாம் ப்ரோ. வேற லெவல் அடிபொலி ப்ரோ. 2026 நம்ம தான் ப்ரோ. ஒன்றும் பிரச்சனை இல்லை. 2026 நம்ம தான். கடைசியில் எஸ்கே வராரு. சூப்பர் சூப்பர் நல்லா செமையா இருக்கு ப்ரோ. வேற தளபதி சூப்பரா இருக்கு. சூப்பர் நல்லா இருக்கு ப்ரோ. சூப்பர் சூப்பர்.
അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പറായിട്ട് பார்க்கலாம் நைஸ் நைஸ் அண்ணா நல்லா போன டைம் நல்லா பாட்டிட்டு சூப்பரா நடக்கும் அண்ணா விളിക്കും എടാ അമ്മ വിളിച്ചാ ആവറേജ് ആവറേജ് എടാ അടിപൊളി അടിപൊളി ஒரு குடும்பமா சேர்ந்து அண்ணனை போட்டு தள்ளிட்டாங்க நல்லா இருக்கு நல்லா இருக்கு சூப்பரா இருக்கு ஃபேமிலி என்டர்டெய்னர் நல்லா இருந்துச்சு சூப்பரா அந்த ஸ்கிரீன் நல்லா இருந்துச்சு நல்லா குழப்பமில்ல நல்லா இருக்குண்ணா படம் நல்லா இருக்கு எப்படி இருக்கு சூப்பரா இருக்கு சூப்பர் ஓகேண்ணா நல்லா இருக்கு എങ്ങനെയുണ്ട് നമ്മുടെ ഗോട്ട് വന്നിട്ട് വലിയ കാര്യമില്ല എന്ന് തന്നെ പറയണം. കാരണം നമ്മുടെ ഡി ഏജിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുതിയൊരു കോൺസെപ്റ്റാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ വലിയ ഒരു സ്ക്രീൻ പ്രസൻസിൽ വരുമ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് അവർ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഫാമിലി ഓഡിയൻസിന് ക്ലിക്ക് ആവുമോ ചോദിച്ചാൽ കണ്ടിരിക്കാന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് ഇപ്പൊ ഫാൻസുകാർക്ക് ചിലപ്പോ ഫാൻ ബേസ് നോക്കുമ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ സ്റ്റോറിയിൽ എന്നൊക്കെ പക്ക ബോറാണ് സത്യം പറഞ്ഞു. ബ്രോ അന്ന് നമ്മള് എല്ലാത്തിനും അത് ഓഡിയൻസിനൊക്കെ റിയാക്ഷൻ ഫാൻസുകാർക്ക് പക്ക ഫാൻസുകാർക്കില്ലേ ചിലപ്പോ പടം പറ്റുമായിരിക്കും. എല്ലാ ഓഡിയൻസിനും പറ്റണം എന്നില്ല. അങ്ങനെയാണ് ഒരു സീൻ വരുന്നത്. ഇതില് ഡി ഏജിങ് ഒക്കെ പക്ക ചിലതൊക്കെ പക്ക ബോറായിട്ട് ഉണ്ട്.
പടം കണ്ടിട്ട് നിങ്ങൾ ബാക്കി പറഞ്ഞോളി. വിജയിന്റെ ലാസ്റ്റ് മൂവി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ കുറച്ച് പ്രതീക്ഷിച്ചു. ഇല്ല, ആ ലിയോല് നിർത്തായിരുന്നു, അത്രേ പറയുള്ളൂ. ആ ലിയോല് നല്ല പടം കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല പടം, 5 പ്രാവശ്യം കാണണം കേട്ടോ, 5 പ്രാവശ്യം കാണണം. അരമണിക്കൂർ ഉറങ്ങിയെന്നുള്ളൂ, പക്ഷെ കുഴപ്പമില്ല. നല്ല പടം. ഇതാണ് പ്രശ്നം. ഇതൊക്കെ ഇടണ ബ്രോ. എങ്ങനെയുണ്ട് സിനിമ? என்ன ப்ரோ சொல்றது? படம் சூப்பர் ப்ரோ, தரம் ப்ரோ. விஜயனோட ஆக்டிங் எல்லாம் எப்படி இருந்துச்சு? மாஸ் ப்ரோ, மாஸ். யுவன் சங்கரோட பிஜிஎம் எல்லாம், பிஜிஎம் பாட்டு எல்லாமே மாஸ் ப்ரோ. த்ரிஷா கூட வந்தாங்க. யுவன் சும்மா சொல்லக்கூடாது, யுவன் கலாச்சாங்க. யுவன் பிஜிஎம் பட்டாசு கலப்பிருக்கு. எங்கிட்ட டைரக்ட் செம வேற லெவல். உண்மையா சொல்ல போனா படம் வேற. ஆக்டிங் எல்லாம் எப்படி இருக்கு? அவர் சொல்லவே தேவையில்லை. சொல்லிடுறா ப்ரோ. எம்எஸ் தோனி வராரு படத்துல பாருங்க உள்ள. ஃபேமிலி எல்லாரும் என்ஜாய் நம்ம தான் சந்தோஷமா இருக்கிறோம். நீங்க தமிழ்நாடுல இருந்து வரீங்க? ஆமா, தமிழ்நாடு. கோயம்புத்தூர்ல இருந்து வராங்க. நான் திருப்பூர் கோயம்புத்தூர்ல இருந்து வரேன் ப்ரோ. ஜாலியா இருந்துச்சா படம்? சாமா பண்ணுவோம். 1000 crore அடிக்குமா ப்ரோ? 1000 crore அடிக்குமா ப்ரோ? அதுக்கு மேலே அடிக்கும். ப்ரோ அதுக்கு மேலே அடிக்கும் ப்ரோ. சந்தேகப்படுறா நீ ப்ரோ? தளபதி ப்ரோ. படம் கண்டா ஒண்ணும் இல்ல, சூப்பரா சூப்பர். 2 அடி போல தளபதி வரை DAG ഒക്കെ നന്നായി വന്നിട്ടുണ്ടോ? സൂപ്പറാ വന്നിട്ടുണ്ട്. ഏത് വിജയന് ഇഷ്ടപ്പെട്ടത്? നമുക്ക് രണ്ടാളും സൂപ്പറായിട്ട്. വില്ലൻ വിജയനെ ഇഷ്ടപ്പെട്ട് അടിപൊളിയായിട്ട്. പുതിയ ക്യാരക്ടറാണ്, എനിക്ക് ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടർ ഇത് കാണിച്ചിട്ടുണ്ട്. വരുമോന്ന് അറിയില്ല, കാണാം. വിജയണ്ണൻ ഇനി രാഷ്ട്രീയത്തിൽ പോണ ഒരു സങ്കടം ഉണ്ടോ? സങ്കടമൊക്കെ ഉണ്ട്. ഇന്നൊരു സിനിമ ഉണ്ടല്ലോ, അതിൽ പൊളിക്കാം. കുഴപ്പമില്ല, പാട്ട് കമ്മിയാണ്. വിജയൻ ഇതുവരെ സിനിമയിലുള്ള ഡാൻസ് നന്നായിട്ടുണ്ട്. വിജയനെ തോൽപ്പിക്കാറുണ്ട് ഡാൻസിന്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ബ്രോ. അടുത്ത ലാസ്റ്റ് 5 മിനിറ്റിലുള്ള സൗണ്ടാണ് യുവന്റെ സൗണ്ട്. അത് തമിഴ്നാട് കേൾക്കുന്നവർക്ക് മനസ്സിലാകും അതിന്റെ സൗണ്ട് എന്താണെന്ന്. അതിന് കാണാൻ വേണ്ടി പോക. നിങ്ങൾ ഈ പാട്ടൊന്നും കേൾക്കണ്ട, ലാസ്റ്റ് ആ 5 മിനിറ്റ് സൗണ്ട് അത് വായിൽ പറയാൻ പറ്റില്ല. എന്നാ സംഭവം സൂപ്പറായിരുന്നു. അടിപൊളിയായിട്ട്, സൂപ്പറായിട്ട്. സുഖിയാണന്റെ ആക്ടിങ്, ഡാൻസ്, പവറാണ്, പവർ. രണ്ട് വിജയം അടിപൊളി ചെയ്താ? സൂപ്പറായിട്ട്, രണ്ടും ഒരേപോലെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ വിജയകാന്തിന്റെ ആൾക്ക് നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ട്. സിനിമ എങ്ങനെയുണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, വിജയ് ഇപ്പൊ പുതിയൊരു മറ്റേ കക്ഷിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പറഞ്ഞല്ലോ, TVK എന്നൊക്കെ പറഞ്ഞിട്ട്, തമിഴക വെട്രിക്കഴകം എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം മൂപ്പര് അതിൽ സജീവമാണ് നല്ലത്. അതാണ് നല്ലത്. കാരണം സിനിമ ഫീൽഡ് ഇപ്പൊ കഴിഞ്ഞു പോകുന്നു. കാരണം 5 വയസ്സില്ല സിനിമ. ഇങ്ങനത്തെ ഒരു സ്റ്റോറിയൊക്കെ കണ്ടിട്ട് മൂപ്പര് ഇതൊക്കെ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ വളരെ മോശം. സത്യം പറയാം, നമ്മളൊക്കെ വിജയന്റെ സിനിമ പറഞ്ഞാൽ 4 മണിക്ക് എണിച്ചിട്ട് 5 മണിക്ക് എണിച്ചിട്ട് ഇവിടെ രാത്രി ഉറങ്ങാണ്ടൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മള്. പക്ഷെ ഇത് അത്രയ്ക്ക് മോശമായിട്ടുണ്ട്, പറയാനൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നന്നായില്ല. ഫാമിലിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു പോർഷനും ഇല്ല. ആകെ ഒരു കുറച്ചൊരു 10-15 സംഭവം മാത്രം, ഒരു 10-15 മിനിറ്റ് ഫസ്റ്റ് ഹാഫ്, അത് മാത്രം ഒരു ഫാമിലി എന്റർടൈൻമെന്റ് പോലെ എടുത്ത് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ചെയ്തതൊന്നും ക്ലിയർ ആയിട്ടില്ല. വെങ്കട് പ്രഭുവിന്റെ വൻ മിസ്റ്റേക്കാണിത്. ഇല്ല, നമ്മളിപ്പോ ശ്രദ്ധിക്കുമ്പോ മങ്കാത്ത സിനിമയൊക്കെ എടുത്ത് നോക്കുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ, മങ്കാത്തിലൊക്കെ വെങ്കട് പ്രഭുവും യുവൻ ശങ്കർ രാജ, അജിത്തൊക്കെ കോംബോ ഒരു നല്ലൊരു കോംബോ ആയിരുന്നു അത്. പക്ഷെ ഈ സിനിമ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, യുവനാണെങ്കിലും ശരി, വെങ്കട് പ്രഭു ആണെങ്കിലും ശരി, വിജയ് ആണെങ്കിലും, അവനൊരു വിജയ് കുറെ എഫേർട്ട് ഇട്ട് അഭിനയിച്ച പോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. യുവൻ ശങ്കർ രാജയൊക്കെ വൻ തോൽവിയായിട്ടാണ് ഇപ്പൊ ഈ സംഭവത്തിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് വലിയൊരു പ്രതീക്ഷ വെച്ചിട്ട് വന്നായിരുന്നു പടം, പക്ഷെ നന്നായിട്ടില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞ അഭിപ്രായം. ശരി. நாங்கள் இவட கோயம்புத்தூர்ல வந்திருக்கோம். நாங்கள் இங்கே கோயம்புத்தூர்லேருந்து வந்திருக்கோம். எல்லாம் பார்த்தீங்கன்னா படம் சிம்பிளாக சொல்லணும்னா கிரேட்டஸ்ட் ஆஃப் ஆல் டைம். ஆக்சுவலி பார்த்தீங்கன்னா காட்ஸ் ஓன் கண்ட்ரி கேரளா. நம்ம தமிழ்நாட்டில் கடைசி ஒரு 2 to 3 இயர்ஸாக அதுவும் தளபதி படம்னா நிறைய ஸ்ட்ரைக், நிறைய ப்ராப்ளம், நிறைய எல்லாம் பண்ணுறாங்க. ஆனால் கேரளாவில் செலிப்ரேட் பண்ணுற மாதிரி வேறு எந்த ஸ்டேட்லையும் செலிப்ரேட் பண்ணதில்லை, எந்த டிஸ்ட்ரிக்ட்லையும் செலிப்ரேட் பண்ணதில்லை. இது என்னன்னு பார்த்தீங்கன்னா,
ஒன் அண்ட் ஒன்லி அந்த ஒரு மனுஷனுக்காக மட்டும்தான். அந்த மனுஷன் ஒரு அப்பா பையன் அவங்களுக்குள்ள இருக்க விஷயம். லியோ இங்கதான் பார்த்தா, லோகேஷ் கனகராஜ் அங்க இருந்தா போட்டாரு. எல்லா விஷயமும் இங்கதான் பார்த்தோம். கடைசி ஒரு 3 வருஷமா கேரளால தான் இருக்கு. அடுத்த படத்தோட விஜய் அரசியலுக்கு போறதுக்கு அது எப்படி? அதுல தளபதி இதுல வந்து ஒரு சர்ப்ரைஸ் கேரக்டர் இருக்காங்க. அது ஒரு ஹிண்ட் கொடுத்துருக்காங்க. நீங்க முக்கியமான வேலையை பார்க்க போறீங்க, இந்த விஷயத்தை நான் பார்த்துக்கிறேன், நீங்க போங்கன்னு சொல்லி ஒரு ஹிண்ட் கொடுத்துருக்காங்க. அவங்க கண்டிப்பா அவங்க பார்த்துப்பாங்க. தலைவர் வந்து நமக்காக நிறைய விஷயம் பண்றாரு. என்னோட ஆசை என்னன்னா, இன்னொரு 4-5 படம் நடிச்சாலும் இந்த கிரேஸ் குறையாது, இந்த இது புரியாது. தளபதி எப்ப நடிச்சாலும், எத்தனை வயசுல நடிச்சாலும் தளபதி தான். கோயம்புத்தூர்லேருந்து வரோம். நைட்டு 12 மணிக்கு வந்தோம். படம் ஃபுல்லாக சர்ப்ரைஸ், நிறைய அன்எக்ஸ்பெக்டட் மூமெண்ட்ஸ். ஃபேமிலிக்கு எல்லாம் பிடிக்குமா? ஃபேமிலி ஆடியன்ஸ், எல்லா ஆடியன்ஸ்க்கும் பிடிக்கும். ஏதாச்சும் இப்போ நிறைய பேர் ஏதாச்சும் மிக்சட் ரிவ்யூவாக போச்சுவோம். மிக்ஸ்டு ரிவ்யூ கிடையாது, பட் நல்ல ஃபேமிலி ஆடியன்ஸும் பார்க்கலாம், சில்ட்ரன்ஸும் பார்க்கலாம், நல்லா அடல்ட்ஸ் எல்லாருமே பார்க்கலாம். நல்லா சூப்பராக இருக்குது. நாங்கள் எக்ஸ்பெக்ட் பண்ணி வந்த அளவுக்கு நல்லா இருக்குது.